ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് ടേസ്റ്റി ഡിഷസാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് വെള്ളയപ്പവും അതുപോലെ തന്നെ കടലക്കറി, ചായ വെക്കൽ, അങ്ങനെ നമ്മുടെ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടൈമായി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 വെള്ളയപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് വെള്ളയപ്പം. അപ്പത്തിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കടലക്കറിയാണ്. പച്ച തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല ഉള്ളിയും കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ട് താളിച്ചിട്ടുള്ള കോക്കനട്ട് ഓയിലിൽ താളിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറിയും പിന്നെ ടേസ്റ്റി അപ്പവും 1 കപ്പ് ചൂട് ചായയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ദുബായ് വൈറൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ, പിസ്ത കുനാഫ ചോക്ലേറ്റ്, അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്ത് കഴിച്ചു. ഒരു രക്ഷയില്ല. ഇത് ഭയങ്കര കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഒരു കുനാഫ പിസ്ത ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഉള്ളിലും പിന്നെ ഒരു മൈൽഡ് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് പുറമേയും ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ലഞ്ചിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ചൂട് ചോറ്, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഭയങ്കര സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഇന്നത്തെ പരിപ്പ് കറിക്ക്. പിന്നെ നമ്മുടെ വത്തൽമുളകൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി, പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ. അങ്ങനെ ചോറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ടേബിളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിച്ചതും അങ്ങനെ എല്ലാം. ഇനിയിപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചോറ് ഞാൻ വിളമ്പി. അതിലേക്ക് പരിപ്പ്, ആവശ്യത്തിന് പരിപ്പ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചൂട് ചോറിലേക്ക് ഈ പരിപ്പും പപ്പടവും ചേർത്ത് കഴിക്കുമ്പോൾ ഇത് മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞൻ മത്തി മുറുക്കി പൊരിച്ചതും, പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും, അതുപോലെ തന്നെ ഒരു പപ്പടവും കുറച്ച് ചമ്മന്തിപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടി, കുറച്ച് ക്യാബേജ് തോരൻ എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ തനി നാടൻ കേരള സ്റ്റൈൽ ഉച്ച ഊണ്. ആ പരിപ്പെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു ടേസ്റ്റായിരുന്നു. ആ പരിപ്പും ചൂട് ചോറും പരിപ്പും പപ്പടവും മാത്രം ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ കുഞ്ഞൻ മത്തി പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയും ക്യാബേജ് തോരനും ചമ്മന്തി പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് കുഴച്ച് നമ്മൾ കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഫുഡെന്നൊക്കെ പറയാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള ഒരു സ്പെഷ്യലോ സംഭവങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ആ പരിപ്പ് കറി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഈവനിങ് ഒരു 5:30, 6 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ വൈകുന്നേരം ചായ വെച്ചു. ചായ വെച്ചപ്പോഴത്തേനും നമ്മൾ ഷവർമ ഓർഡർ ചെയ്തു. അപ്പോൾ വീട്ടിൽ ചൂടോട് കൂടിയിട്ട് ഷവർമ എത്തി. ആ ഷവർമ എത്തിയ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ചായയും കൂടെ റെഡിയാക്കി. അപ്പോൾ 1 കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ ഷവർമ. അപ്പോൾ പല തരത്തിലുള്ള ഷവർമ മേടിച്ചു. നോൺ സ്പൈസി ഷവർമ വാങ്ങി, അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഷവർമ. എനിക്ക് സ്പൈസി ഷവർമയാണ് ഒരു പ്രത്യേക താല്പര്യം. അങ്ങനെ ഞാൻ സ്പൈസി ആയിട്ടുള്ള ഷവർമയും 1 കപ്പ് ചൂട് ചായയും കൂടെ കുടിച്ചു. അതിനുശേഷം രാത്രി ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇടിയപ്പവും അതിൻ്റെ കൂടെ കറിയായിട്ട് ഒരു 2-3 ഇടിയപ്പം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ചേർന്നിട്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡിഷസ് ആയിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഈവനിങ് ടീ ടൈമും എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ